2025 ഏറ്റവും അധികം ട്രെൻഡായ ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനാണ് ഫുക്കോ ഐലൻഡ്. ഇന്ത്യക്കാർക്ക് പോകാൻ വിസ വേണ്ട, പിന്നെ കാണാനാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ, തീം പാർക്കുകൾ, സഫാരികൾ, ഐലൻഡ് ടൂറുകൾ, അങ്ങനെ ഒരു പെർഫെക്റ്റ് ട്രാവൽ ഡെസ്റ്റിനേഷനാണ് ഫുക്കോ. 8 കിലോമീറ്റർ കടലിന് മുകളിലൂടെ പോകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള കേബിൾ കാർ റൈഡ് ഈ ഐലൻഡിന്റെ ഒരു പ്രധാന അട്രാക്ഷനാണ്. വിയറ്റ്നാം എന്ന രാജ്യത്തിന്റെ ഭാഗമാണ് ഈ ഐലൻഡ് എങ്കിലും ഈ ഒരു ഏരിയ മാത്രം വിസ ഇല്ലാതെ നമുക്ക് സന്ദർശിക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ ഫുക്കോ യാത്രയുടെ കാഴ്ചകളാണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസം വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലായിരുന്നു. അവിടുത്തെ പ്രധാന അട്രാക്ഷൻസ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. ഹോച്ചിമിൽ നിന്ന് ഫുക്കോയിലേക്കുള്ള യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കാണേണ്ട കാഴ്ചകളും ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇതാണ് ഹോച്ചിമിൻ എയർപോർട്ട്. ചെറിയൊരു എയർപോർട്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് ഫുക്കോയിലേക്കുള്ള ഫ്ലൈറ്റ് കയറണം. ഈ ഫുക്കോ വിയറ്റ്നാമിന്റെ ഒരു പാർട്ട് ആയതുകൊണ്ട് ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെക്ക് ഇൻ പരിപാടികളൊക്കെ ചെയ്യുക. ഡൊമസ്റ്റിക് ടെർമിനലിനുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ക്യാബ് വിളിച്ച് ഡ്രോപ്പ് ചെയ്യാൻ പറയുമ്പോഴും ഡൊമസ്റ്റിക്കിൽ ഡ്രോപ്പ് ചെയ്യാൻ പറയണുണ്ടോ. അപ്പോൾ ചെക്കിനെല്ലാം കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇനി പോയി വെയിറ്റ് ചെയ്യാം. 2 മണിക്കൂറും കൂടി ഉണ്ട് ഫ്ലൈറ്റ് വരാനായിട്ട്. വിയറ്റ്നാമിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് സാധനമാണ് ഇവിടെ വെള്ളം ഫ്രീ കിട്ടില്ല. എവിടെ പോയാലും വെള്ളത്തിന് പൈസ കൊടുക്കണം. ഹോട്ടലിലായാലും റെസ്റ്റോറൻറ്റിലായാലും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലായാലും ഫ്രീ വെള്ളം തരണം ഒരു പരിപാടിയും ഇല്ല, എവിടെയും ഇല്ല. ഇനി ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് വെള്ളം മേടിച്ചിട്ടാണ്. നല്ല വെയിലുമായിരിക്കും, അപ്പോൾ വെള്ളം നമുക്ക് കുറേ വേണ്ടി വരും. ഈ വിയറ്റ് ജെറ്റ് ഉണ്ടല്ലോ, നല്ല മൂഞ്ചല. 2 മണിക്കൂറായി ഫ്ലൈറ്റ് ലേറ്റ്. ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുക. 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അവസാനം നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇതിന് ഫുക്കോയിൽ എത്തുമ്പോൾ ബാക്കി കാണിക്കാം. ഇവിടെ നിന്ന് ഹോച്ചിമിനിൽ ഒരു 1 മണിക്കൂറിൻ്റെ ദൂരമുള്ളൂ ഫ്ലൈറ്റിലേക്ക്. വെൽക്കം ടു ഫുക്കോ. നമ്മൾ ഫുക്കോയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഗ്രാബ് വിളിച്ച് ഹോട്ടലിലേക്ക് പോവാം. 6:30 സമയം. ആകാശം കണ്ടില്ലേ, നിറം, അടിപൊളി വൈബ്. അപ്പോൾ നമുക്ക് ഗ്രാബ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു 15-20 മിനിറ്റിൻ്റെ വഴിയുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇറക്കി പുള്ളി പോവാണ്. അടിപൊളി സ്ഥലമാണല്ലോ ഇതേ, കണ്ടാ, ലക്സി പാർക്ക് ഹോട്ടൽ കാണുന്നുണ്ടോ ഇതിൽ? അതാണ് നമ്മുടെ ഹോട്ടൽ. ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാബിൽ ലക്സി പാർക്ക് ഹോട്ടലിന് അടിക്കുമ്പോൾ കിട്ടണില്ലേ. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ പേരാണ് ഞാൻ അടിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ ഹോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റിൻ്റെ പേരടിച്ചാൽ മതി, ഹോട്ടലിൻ്റെ പേര് കിട്ടണില്ലേ. നമ്മൾ റിസപ്ഷനിലെത്തി. കുഴപ്പമില്ല, നല്ല ഹോട്ടലാണ്, വൃത്തിയും എടുപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. റൂം ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു അൺബിലീവബിൾ ഡീലായിരുന്നു ഇത്. 1300 രൂപ 2 ദിവസം നിൽക്കാൻ. ആ പൈസക്ക് ഞാൻ റൂം കാണിച്ചു തരാം. യമണ്ടൻ ഒരു ബെഡ്, നല്ല ക്ലാസ്. എന്താ പറയുക, വലിയ ലക്ഷറീസ് ഹോട്ടലൊന്നുമല്ല, പക്ഷേ 650 രൂപയുടെ റൂമും ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇതുവരെ 650 രൂപയ്ക്ക് ഇത്ര അടിപൊളി റൂമിലും നിന്നിട്ടില്ല. അതും ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ. ചെക്ക് ഇൻ ചെയ്തപ്പോൾ അവർ ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണമെന്ന് പറഞ്ഞൊരു മെനു തന്നെ കാണിച്ചു തന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ്. എങ്ങനെ അവർക്ക് ഇത് ലാഭമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ. നിങ്ങൾ ഫുക്കോയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ പെർഫെക്റ്റ്. കപ്പിളായാലും ഫാമിലി ആയാലും ആരായാലും എടുത്തോ, ഒന്നും നോക്കാനില്ല. ഇത് പ്രൊമോഷൻ ഒന്നല്ല, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അടിപൊളി സാധനം, എനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ ഹോട്ടലിൽ ബാഗ് വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക. നൈറ്റ് ഇവിടെ ഫുക്കോ നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, കാരണം ഇപ്പം തന്നെ 8:30 കഴിഞ്ഞു. ഇങ്ങോട്ട് വരാനുള്ള കംപ്ലീറ്റ് ഗൈഡ് വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇത് ജസ്റ്റ് വ്ളോഗ് പോലെ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഇനി നൈറ്റ് മാർക്കറ്റിലേക്ക് പോവാം. ഞാൻ ഗ്രാബ് വിളിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രാബ് ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മളെത്തി. ആ കാണുന്നതാണ് നൈറ്റ് മാർക്കറ്റ് എന്ന് തോന്നുന്നു. അതന്നെ. അപ്പോൾ ഇതാണ് ഫുക്കോ നൈറ്റ് മാർക്കറ്റ്. ഫുക്കോയിൽ വരുന്നവർ എന്തായാലും വരണം. ഇതിവിടുത്തെ മെയിൻ ഒരു സ്പോട്ടാണ്. കുറേ സാധനങ്ങൾ വിൽക്കാണ്ട്, നല്ല ലൈറ്റൊക്കെ ഇട്ട്, ഫുഡുണ്ട്. ഇത് നോക്ക്, സീ ഫുഡുകൾ. ഇവിടെ ഉണ്ടാ. ലൈവ് സാധനം. ഇത് പിടിച്ചിട്ട് നമുക്ക് അവർ ഇതാക്കി തരും, കുക്ക് ചെയ്ത് തരും. മറ്റേ ഇതൊക്കെ ലോബ്സ്റ്ററൊക്കെ നിറച്ചുണ്ട്. ഇവർ വില എഴുതിയിട്ടില്ലേ ബോർഡ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയും അറിയായിരുന്നത് എത്ര പൈസ എന്ന്. അപ്പോൾ തൽക്കാലം നമുക്ക് നടന്നു നോക്കാം, ബാക്കിയുള്ളത് കാണട്ടെ. ബാഗും അങ്ങനത്തെ സാധനങ്ങൾ വരെ ഉണ്ട്. ഇതിങ്ങനെ നീണ്ട് കിടക്കട്ടെ അങ്ങോട്ട്. ഞാൻ ഈ അറ്റം വരെ ഉള്ളതെന്ന് വിചാരിച്ചേ. ഇതിനെ തിരിഞ്ഞു പോവുക 2 വഴിക്കായിട്ട്. ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ്റെ സൈഡിലുണ്ടാവണ മാർക്കറ്റിൽ കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇത് നമ്മുടെ ഗോവയ്ക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ഡ്രസ്സില്ലേ, അതുപോലത്തെ ഐറ്റംസ്. നമ്മൾ ഈ അക്വേറിയത്തിലൊക്കെ ഇടുന്ന ടൈപ്പ് മീനുകൾ അവിടെ തിന്നാൻ വെച്ചേക്കണേ. കണ്ട അട്ടിയിട്ട് വെച്ചേക്കണണ്ടാ. ഇതേ ഇവിടെ ഫ്രൈ ആക്കി കൊടുക്കണം ലൈവ്.
സ്ട്രീറ്റിനെ നീണ്ടു കിടക്കട്ടാ, കുറേ ഉണ്ട്. മെയിൻ തന്നെ ഫുഡും പിന്നെ ഈ കരകൗശല വസ്തുക്കളും ഇവിടെ ഉണ്ട്. ഇവിടെ അതെ സീ ഫുഡ് ഐറ്റംസ് ആണ് വിൽക്കാൻ വെച്ചേക്കണേ. ഇതൊക്കെ ഉണ്ട്. ഓ, നീരാളിക്ക് 40,000, അതായത് ഏതാണ്ടൊരു കണക്കൊന്നും ഞാൻ കണക്കിൽ എനിക്ക് സപ്ലൈ ആയിരുന്നു. 40,000 ആയിരിക്കണം 300. എത്രയാണ് നിങ്ങൾ കണ്ടുപിടിക്കും? വെറൈറ്റികളായിട്ട് ഇനിയൊന്നും കാണുന്നില്ലല്ലോ. ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നെഹീന, ഞാൻ എന്തിനാ ഇവരോട് ഹിന്ദി പറയണത്? എവിടെ ചെന്നാലും എനിക്ക് നെഹീന വായിൽ വരുള്ളൂ. അതെ, വീണ്ടും ഒരു നീരാളിനെ ട്രൈ ചെയ്യണം. അവിടെ നീരാളി ഞാൻ ഇതിലേക്ക് നോക്കിയായിരുന്നു. അതിന് സാധിച്ചായിരുന്നു ഇങ്ങനെ പിന്നെ. ഇവർ വില എഴുതാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് തൂക്കത്തിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് ഇവർ വില ഡിസ്പ്ലേ ചെയ്യാത്തത്. അപ്പോൾ അവർ നമ്മൾ പറയണതിനെ തൂക്കി നോക്കിയിട്ടാണ് വില തീരുമാനിക്കുക. എന്നവർക്ക് കിലോക്ക് എത്രയാണെന്ന് എഴുതി വെച്ചൂടെ. അതേവിടെ സീ ഫുഡിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ്. ഇതേ തവള പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതേ ഇവിടെ ലോബ്സ്റ്ററിനെ ഫ്രൈ ആക്കണം. ലോബ്സ്റ്റർ മാത്രമല്ല, വേറെ കുറേ സാധനങ്ങളുണ്ട്. ഫുക്കോൻ നൈറ്റ് സ്ട്രീറ്റ് ഒരു മസ്റ്റ് വിസിറ്റ് തന്നെയാണ് കേട്ടോ. മിസ്സാക്കരുത് ഫുക്കോയിൽ വരുമ്പോൾ. നല്ല വൈബ് സ്ഥലം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാണാനിങ്ങനെ ഉണ്ട്. നമുക്കിങ്ങനെ കണ്ട് നടക്കുമ്പോൾ തന്നെ ഒരു സുഖം. നൈസാ. ഇത് ഈ രാത്രി മുഴുവൻ കേട്ടോ ഈ പരിപാടി. ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇവിടെ നടന്ന് കാലൊടിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാം. നാളെ കാലത്ത് കഴിഞ്ഞിട്ട് വേറൊരു പെട്ടസാധനം പടക്കാണ്ട്, അത് കാലത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രേ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി നാളെ കാണിക്കാം. ഇനി ഗ്രാബ് വിളിച്ച് പോട്ടെ. നിങ്ങളെ വിയറ്റ്നാമിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ സ്കാമിലൊരു പരിപാടിയാണ് ഈ ഫേക്ക് ഗ്രാബുകൾ. അതായത് ഗ്രാബിൻ്റെ മറ്റേ ജാക്കറ്റും ഹെൽമെറ്റും വെച്ചിട്ട് സ്കൂട്ടറിൽ ആൾക്കാർ വന്നിട്ട് വിളിച്ചിട്ട് പോകും. പക്ഷെ അത് ശരിക്കും ഗ്രാബല്ല. ഗ്രാബിൽ ബുക്ക് ചെയ്യണത് മാത്രമേ ഗ്രാബുള്ളൂ, അതിൽ മാത്രമേ കയറാൻ പാടുള്ളൂ. ഇങ്ങനെ വന്നിട്ട് അവർ കൊണ്ടുപോയിട്ട് അവർക്ക് തോന്നിയ റേറ്റ് പറയും. അങ്ങനത്തെ സംഭവങ്ങൾ ശ്രദ്ധിക്കുക. അത് ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ സ്കാമാണ്. ഗ്രാബ് ആപ്പിൽ മാത്രം ടാക്സി അല്ലെങ്കിൽ സ്കൂട്ടർ ബുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഗ്രാബ് ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആളിൽ കയറി ഹോട്ടലിലേക്ക് പോട്ടെ, ബാക്കി നാളെ. അപ്പോൾ ഫുക്കോ ഐലൻഡിൽ നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് പറയാൻ ഫസ്റ്റ് ഫുൾ ഡേ. ഇന്നലെ ഈവനിങ് നൈറ്റായിട്ടാണ് നമ്മൾ എത്തിയത്. നൈറ്റ് മാർക്കറ്റ് മാത്രം ഇന്നലെ കണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഒരു ഐലൻഡ് ടൂറാണ്. ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 7:58. 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. 8:15 നമ്മുടെ പിക്കപ്പ്. ഇതാണ് ഇവരുടെ ടെറസിലാണ് ഇത് കിച്ചൺ. ഒരു ടെറസിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്താൽ മതി. അവർ വന്ന് അവിടെ കിച്ചൺ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അവിടെ പോയി പറഞ്ഞിട്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അവർ കൊണ്ട് തരും. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ, വീഡിയോ എടുക്കാൻ സമയമില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ചാടി ഇറങ്ങി ഓടി വന്നിട്ടുണ്ട്. വണ്ടി ഇവിടെ ഉണ്ടോയെന്ന് നോക്കട്ടെ, അറിയില്ല. ഇതാണോ പിക്കപ്പ്? ഉണ്ട് പിക്കപ്പ്. കറക്റ്റ് സമയത്ത് തന്നെ പിക്കപ്പ് വന്നു. ഇതേപ്പം നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അധികം ദൂരം ഉണ്ടായിരുന്നില്ലേ. പുള്ളി ഒരു 1-2 കിലോമീറ്റർ വന്നുണ്ടോ. എവിടേക്കാണ് പോകണമെന്ന് നോക്കട്ടെ. ഈ ടൂർ കമ്പനിയുടെ ഓഫീസിലേക്കാന്ന് തോന്നുന്നുണ്ട്. പുള്ളി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്കും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പുള്ളിയുടെ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. പുള്ളി വന്ന് വിളിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പിക്കപ്പ് ചെയ്ത ഡ്രൈവറായിരുന്നു. ആളിവിടെ ഓഫീസിൽ കൊണ്ടിറക്കി. നമ്മളവിടെ ഒരു 2 മിനിറ്റ് നിന്നപ്പോഴേക്കും ഈ ഗൈഡ് വന്നു. ഇപ്പോൾ ആളുടെ കൂടെ നമ്മൾ പോകണം. ഓക്കെ, ആ ബസ്സിൽ പോയിരിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പോണ ബസ്. ഇത് ഡ്രൈവറുടെ സൈഡാ. എങ്ങനെയാണ് ഇതിൽ കയറുക? ഇവിടെ ഓപ്പണാ. തിരക്കേടില്ല, വണ്ടി തന്നെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർബറിലെത്തിയിട്ട് ഇതാണ് ഹാർബർ. നല്ല ലോക്കല് ജങ്ക ഹാർബറാട്ടാ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ മത്സ്യബന്ധന നൗകകൾ തന്നെ. ഞാനൊരു ഒരു ക്ലാസ് ഹാർബറാണ് പ്രതീക്ഷിച്ചത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പുള്ളിനെ ഫോളോ ചെയ്ത് പുറകെ നടക്കാനാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമ്മളതുപോലെ തന്നെ ചെയ്യാം. അതേ അവിടെ കേബിൾ കാറിൻ്റെ ഇത് കാണുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അങ്ങ് ദൂരെ കാണുന്നത്. നമ്മളതിൽ റിട്ടേൺ മാത്രമേ ഉള്ളൂ. അതായത് ഈ കേബിൾ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ
അങ്ങോട്ടും ഇങ്ങോട്ടും പോണില്ല. നമ്മളിപ്പോൾ ബോട്ടിൽ കയറിയിട്ട് ഐലൻഡുകളിലേക്ക് പോകും. 4 ഐലൻഡ് മൊത്തം പോകും. എന്നിട്ട് അതിൽ നിന്ന് റിട്ടേൺ വരണത് കേബിൾ കാറിൽ. അങ്ങനെയാണ് ഈ ടൂർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി. ഇത് ബോട്ടിൽ നിന്നുള്ള വ്യൂ ആണ്, ഹാർബറിൽ നിന്ന് എടുത്തിട്ടില്ല. ഇത് ഓൺലൈനായിട്ടാണ് കേട്ടോ ഈ ടൂർ ബുക്ക് ചെയ്യേണ്ടത്. അത് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ട ആ കേബിൾ കാർ പോണത് കണ്ട, കടലിന് മുകളിൽ കൂടെ 8 കിലോമീറ്റർ ഇതുപോലെ പോകും അപ്പുറത്തെ ഐലൻഡിലോട്ട്. ഏതാ സാധനം, നമ്മൾ തിരിച്ചു വരണത് അതിലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫുക്കോ ഐലൻഡ്, അതായത് വിയറ്റ്നാമിൻ്റെ ഒരു പാർട്ടാണ് ഫുക്കോ ഐലൻഡ് എന്ന് അറിയാലോ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇങ്ങോട്ട് വരാൻ നമുക്ക് വിസ വേണ്ട, അതാണ് ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഫുക്കോ ഐലൻഡിൽ ഫുക്കോ ഐലൻഡ് എന്ന് പറഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി വേറെ കുറേ ഐലൻഡുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ തായ്ലൻഡിലെ ഫുക്കേത്ത് എന്ന് പറഞ്ഞാൽ അതിനടുത്ത് തന്നെ ഫിഫി ഐലൻഡ്, ജെയിംസ് ബോണ്ട് ഐലൻഡ് അങ്ങനെ പറഞ്ഞ ടൂറുകളുണ്ടല്ലോ. അതുപോലെ ഈ ഫുക്കോ ഐലൻഡിലുള്ള ഹോൺതോം എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡ് ടൂറിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഐലൻഡ് ടൂറിന് കൂടെ വേറെയും കുറെ ഐലൻഡുകൾ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മുടെ ബോട്ട് ഫസ്റ്റ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർത്തിയേക്കണേ. അപ്പൊ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ചാടി നീന്താം. ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഐ മീൻ ഇതിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. ഈ സ്നോർക്കലിംഗ് മാസ്കും എല്ലാ എക്യുപ്മെന്റ്സ് അവർ കൂടെ തരും. 45 മിനിറ്റ് നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാം. മീനുണ്ട് കേട്ടോ, മീനിനെ കാണാണ്ട്. അപ്പൊ സ്നോർക്കലിംഗ് കഴിഞ്ഞു. ഇവിടെ നിന്ന് തിരിക്കുകയാണ് ഈ ഐലൻഡിൽ നിന്ന്. ഇനി വേറെ ഐലൻഡിലോട്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് നമ്മൾ സെക്കൻഡ് ഐലൻഡിലോട്ട് വന്നേക്കാം. ഇത് കുറച്ചിങ്ങനെ വാട്ടർ സ്പോർട്സ് ഒക്കെ ഉള്ള ഐലൻഡാണ്. ഇവിടെ ജെറ്റ് സ്കീം, പാരാസൈലിംഗ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം കേട്ടോ. ഇത് ജെറ്റ് സ്കീ, പാരാസൈലിംഗ് അങ്ങനത്തെ ആക്ടിവിറ്റികൾക്കൊക്കെ. ഇത് കൊള്ളാം. ഒരു എന്താ പറയുക, ഐലൻഡ് ടൂറിസത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഐലൻഡ്. നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആട്ടാ. ഒരു കുടിക്കാൻ അങ്ങനത്തെ വെള്ളം. ഇത് കണ്ടോ നിങ്ങള്? ഏതോ സിനിമയിലത്തെ ഒരു സീൻ പോലെ. എൻ്റെ മോനെ, എനിക്ക് ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നല്ല അടിപൊളി സ്ഥലം ഐലൻഡ്. ഏതാ വെള്ളമൊക്കെ ഉണ്ടല്ലോ, പവിഴപ്പുറ്റുകളും നീല കളർ വെള്ളം. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ടൈപ്പ് ബ്യൂട്ടി എന്ന് പറയില്ലേ, നാച്ചുറൽ ബ്യൂട്ടി. ഇതുണ്ടോ വെള്ളം, അടിപൊളി. നല്ലൊരു സ്വർഗം പോലത്തെ ഐലൻഡ്. നൈസ്. അതായത് അവിടെ തിരക്കുള്ള ആളുകള് എന്താ ഈ വാട്ടർ സ്പോർട്സ് ഒക്കെ ചെയ്യണ സ്ഥലത്ത് നിന്ന് കുറച്ച് ഇപ്പത്തേക്ക് വരണം കേട്ടോ. ഇവിടേക്ക് അധികം ആരും വരണില്ല. കാരണം ഇതൊരു കാടിനുള്ളിൽ കൂടെ പോയിട്ട് വേണം വരാൻ. ആരും ഇങ്ങോട്ട് കടക്കണില്ല. ഞാനപ്പോ ഒരു വഴി കണ്ടപ്പോ കയറി നോക്കി, അങ്ങനെ ഇവിടെ എത്തി. നൈസ് സ്ഥലം. അപ്പൊ ഫുക്കോ ഐലൻഡ് വരുന്നവര് ഈ എക്സ്പീരിയൻസ് ബുക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ ഫുക്കോ വിയറ്റ്നാമിൽ നിന്ന് കുറച്ച് മാറി എടുക്കുക. നമ്മളിപ്പോൾ മലേഷ്യയിലെ ലങ്കാവി ഐലൻഡ് പോയില്ലേ, അതുപോലെ. അപ്പോൾ ഹോച്ചിമാൻ സിറ്റിയിൽ നിന്നാണ് ഫുക്കോയിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പം. ഹോച്ചിമാനിൽ 2 രീതിയിൽ വരാം. ഒന്നെങ്കിൽ ഫ്ലൈറ്റിൽ വരാം, അല്ലെങ്കിൽ ഫെറി ഉണ്ട്. ഫെറി കുറച്ച് കഷ്ടപ്പാടാണ്. ഫ്ലൈറ്റിനേക്കാൾ ഒരു 500 രൂപയുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ എത്രയാ 10-15 മണിക്കൂർ യാത്ര ചെയ്യണം. ഫ്ലൈറ്റ് ആകുമ്പോൾ സിമ്പിളായിട്ട് 1 മണിക്കൂറിൽ ഇവിടെ എത്തും. 2000 രൂപ ഉണ്ടാവുള്ളൂ ഫ്ലൈറ്റിന്. ഫെറി ആകുമ്പോൾ ഒരു 1500-1800 ആ റേറ്റ് വരും. അപ്പോൾ ഫെറി ഓപ്ഷൻ നോക്കണ്ട, നഷ്ടമാണ്. അപ്പോൾ ഫുക്കോയിൽ എത്തിക്കഴിഞ്ഞാൽ ഫുക്കോയിൽ കാണാനുള്ള പരിപാടികൾ വേറെ ഉണ്ട്. ഫുക്കോൻ്റെ ഐറ്റിനറി ഞാൻ ഇടാം. ഹോൺതോം ഐലൻഡ് ടൂറാണിത്. ഹോൺതോം എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലൊക്കെയാണ് ഈ ഏറ്റവും നീളത്തിലുള്ള ഈ കേബിൾ കാർ പണിതിരിക്കുന്നത്. അത് 8 കിലോമീറ്റർ ആണ്. ഫുക്കോ ഐലൻഡിൽ നിന്ന് ഹോൺതോം ഐലൻഡിലേക്കാണ് ആ കേബിൾ കാർ പോണത്. അപ്പോൾ ഒന്നെങ്കിൽ അത് 2-വേ ടിക്കറ്റ് എടുത്തിട്ട് അതിന് മാത്രമായിട്ട് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പാക്കേജിൽ നമുക്ക് ഈ ഐലൻഡ് ടൂറുകളും കേബിൾ കാറും എല്ലാം അടക്കമുള്ള ഈ പാക്കേജ് എടുക്കാം. ഇതാണ് ലാഭം. ഞാൻ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയാൽ ഇതാണ് എടുക്കുന്നതാണ് നല്ലത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അവർ ഐലൻഡുകളിലേക്ക് കൊണ്ടുപോകും. ഒരു ഐലൻഡ് ഉണ്ടാവും, സ്നോർക്കലിംഗ്, ലഞ്ച്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഹോൺതോം ഐലൻഡിലേക്ക് എത്തുക. എന്നിട്ട് ഹോൺതോം ഐലൻഡിൽ നിന്ന് നമ്മൾ തിരിച്ച് ഫുക്കോ ഐലൻഡിലേക്ക് ആ 8 കിലോമീറ്ററുള്ള കേബിൾ കാറിലായിരിക്കും പോവുക. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഫുക്കോ ഐലൻഡിൽ നമ്മുടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് ഹോട്ടലിൽ കൊണ്ടാക്കും. അതാണ് ഇവരുടെ സ്കീം. എന്താ എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഗൈഡ് വീഡിയോ ഒക്കെ ഇടാം. ഇത് ജസ്റ്റ് വ്ളോഗ് പോലെ നിങ്ങൾക്ക് സ്ഥലങ്ങൾ കാട്ടിത്തരാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഗൈഡ് മാത്രം ഇടുമ്പോൾ ചിലർ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാവരും സ്ഥലം കാണാൻ വേണ്ടി പോകണില്ല, അതുകൊണ്ട് സ്ഥലം കാണിക്കുന്ന വീഡിയോ ഇടണം എന്നുള്ള കുറച്ച് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഗൈഡ് വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഗൈഡ് വീഡിയോ വേണ്ടവർക്ക് ആ വീഡിയോ ഉടനെ ഇടാം ഇതിൻ്റെ പുറകെ. ഈ ഐലൻഡിൽ വാട്ടർ ആക്ടിവിറ്റീസ് കുറേ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം, പക്ഷേ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം. ഇവിടെ നമുക്ക് 1 മണിക്കൂർ സമയം തന്നേക്കണേ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കറങ്ങി നടന്ന് കാണുക, ഐലൻഡ് കാണുക, ആക്ടിവിറ്റികൾ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കൊരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തിൽ നമ്മൾ തിരിച്ച് ബോട്ട് ഇറങ്ങിയ അവിടത്തെ പോയി നിന്നാൽ മതി. അവർ നമ്മളെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകും. എന്റർടൈൻമെന്റ് ആട്ടോ മൊത്തം. നേരം പൊക്കിനുള്ള എല്ലാതും ഉണ്ട് ഇവിടെ. ഞാൻ വിചാരിച്ച എന്തോ 1 മണിക്കൂർ സമയം ഇവിടെ എന്തിനാണെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ കാണാനുണ്ട്. ഇവരെ കണ്ടറിയാം ഒരു ഇന്ത്യൻസ് ആണെന്ന്. ആ അങ്കിളിരുന്ന് ഊഞ്ഞാലാടുന്നു. നമ്മളെന്തായാലും അറ്റം വരെ പോയി നോക്കാം. അയാളുടെ ചവിട്ട് കൊള്ളണ്ട, ഇവിടെ മാറി നടക്കാം. അവിടെ ഒരു ഇത്തിരി ഫോട്ടോഷൂട്ട്.
ഇവളേതെങ്കിലും ഇടയിൽ ഒന്നല്ലോ നിർത്തി. ഇപ്പൊ ഞാൻ അവളെ ഫോളോ ചെയ്യണ പോലെ ആയല്ലോ. സമയം 1 മണിയായിരുന്നു നമ്മളോട് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ 1 മണിയായി. ഇവര് ലഞ്ച് കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ബോട്ടിൽ തന്നെയാണ് ഫുഡ്. ഫുഡ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തൊരു സാധനമാണാവോ മനസ്സിലാവില്ല. അത്യാവശ്യം തിരക്കിട്ടില്ല കേട്ടോ. അപ്പൊ ലഞ്ച് കഴിഞ്ഞു. ലഞ്ച് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. നമ്മൾ പേയ്മെന്റ് ഒന്നും ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് അടുത്തു. പക്ഷെ മഴ തുടങ്ങിയിട്ടുണ്ട്, നോക്കട്ടെ കേട്ടാ. അപ്പൊ ഈ ബോട്ടിലുള്ളവര് മഴ പെയ്ത് കാണപ്പോ നമുക്ക് കോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങണം. ഇതാണ് അവസാനത്തെ ഐലൻഡ്. ഇവിടെ നിന്നാണ് മറ്റേ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ട് നമ്മൾ നേരെ ഫുക്കോ ഐലൻഡിലേക്ക് പോകും. വലിയ മഴയില്ല, ചാറ്റൽ മഴയുള്ളൂ. എന്നാലും നനയും കുറച്ചധികം നേരം നിന്ന് കഴിഞ്ഞാൽ. അവിടെ ബോട്ട് ഇറങ്ങി നടന്നത് ഒരു വണ്ടി കയറി നമ്മളെ കൊണ്ടുപോകാൻ വണ്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇനി പുള്ളിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ വാട്ടർ പാർക്കിലേക്കാണ് പോകണമെന്നാണ് പറഞ്ഞത്. അതായത് ഈ ഹോംടോം ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഈ കേബിൾ കാർ മാത്രമല്ല, അതിനകത്തൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് അടക്കമുണ്ട്. അപ്പോൾ ആ പാർക്കിൻ്റെയും കൂടി ടിക്കറ്റ് ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാന്. മഴ ആകെ മൂഞ്ചിച്ചു. എന്തായാലും വാട്ടർ പാർക്കിൽ മഴ പെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റെക്കോർഡിംഗ് ഒന്നും അങ്ങോട്ട് ശരിക്കും കിട്ടണല്ലേ. ഓക്കെ, നമ്മളെത്തി. ഇത് അക്വാടോപ്പിയ വാട്ടർ പാർക്ക് കാണുന്നുണ്ടാ? നമ്മൾ ടിക്കറ്റ് ഓൾറെഡി പുള്ളിയുടെ കയ്യിലുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കയറിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മളെ വാട്ടർ പാർക്കിന്റെ മുന്നിൽ ഗൈഡ് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഇവിടെ ഒരു 2 മണിക്കൂർ സമയം തന്നിട്ടുണ്ട്. ഈ ടിക്കറ്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഉള്ളിൽ കയറുക. ഈ വാട്ടർ പാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേബിൾ കാർ കയറിയിട്ട് തിരിച്ച് ഫുക്കോയിലേക്ക് പോവാം. ലോക്കർ റൂം ഉണ്ട്, ബാഗ് വേണമെങ്കിൽ അവിടെ വെക്കാം എന്നും പുള്ളി പറഞ്ഞിരുന്നു. ലോക്കർ റൂം ഞാൻ നോക്കട്ടെ. പക്ഷെ അതിന് നമ്മൾ ചെറിയൊരു പൈസ കൊടുക്കണം. ഇത് ലോക്കർ റൂമിനുള്ള സൈൻ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നോക്കി അങ്ങ് പോയാൽ മതി. ഇപ്പം നമ്മുടെ എന്താ പറയുക, ദുബായിലുള്ള അക്വാ വെഞ്ചറിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഏതാണ്ട് ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. വലിപ്പം അത്ര ഉണ്ടാവില്ല, കാരണം അതാണ് ലോകത്തിലെ ഏറ്റവും വലുത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള വാട്ടർ തീം പാർക്കില്ലേ, വണ്ടർല, അതിനേക്കാളൊക്കെ കുറച്ച് വലുത്. ഇതേ ആൾക്കാരൊക്കെ ഒഴുകി വരുന്നത് ഇന്ത്യൻസാണ്, കണ്ടറിയാം. ഗണപതി ബപ്പ മോറിയ എന്നൊക്കെ പറയണത് പിശാചോള്. ഇവിടെ വന്നപ്പോൾ ഇന്ത്യൻസ് പറയുന്നുണ്ടാ. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ്. മലയാളികളൊന്നും ഞാൻ ഇതുവരെ ആരും കണ്ടില്ല. അപ്പോൾ ഒരു വാട്ടർ തീം പാർക്കിൽ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു ഫുൾ ഡേ ആർമാദിക്കാനുള്ള സംഭവങ്ങളുണ്ട് ഇവിടെ. ഒരുപാട് റൈഡുകളുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മളിത് ഈ ടൂറിന്റെ ഭാഗമായി വന്നതുകൊണ്ട് 2 മണിക്കൂറാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കേബിൾ കാർ 2 വേ ടിക്കറ്റ് മാത്രം എടുത്ത് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അതായത് ഇതുപോലെ ഒരു ഐലൻഡ് ടൂറിന്റെ ഭാഗമല്ലാതെ വരുന്ന പരിപാടി. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, കാലത്ത് ഫുക്കോ ഐലൻഡിൽ നിന്ന് കേബിൾ കാർ കയറി ഈ ഹോംടോം ഐലൻഡിലേക്ക് വരണം. എന്നിട്ട് ഫുൾ ഡേ ഈ വാട്ടർ പാർക്കിൽ സ്പെൻഡ് ചെയ്ത് ഈവനിങ് കേബിൾ കാർ കയറി തിരിച്ചു പോവാം. അതാകുമ്പോൾ വേറെ ഐലൻഡുകളൊന്നും കാണാൻ പറ്റില്ല. ഒരു ഐലൻഡ് ടൂർ ചെയ്യാനും മറ്റ് ഐലൻഡുകൾ കാണാനും താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ടൂർ എടുക്കാം. അപ്പോൾ സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിട്ടേൺ പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി ഗൈഡ് പറഞ്ഞ മീറ്റിംഗ് പോയിന്റിലേക്ക് പോവാം. അപ്പോൾ പുള്ളി നമ്മളിവിടെ വന്നു. അപ്പോൾ പുള്ളി നമുക്ക് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് തന്നിട്ടുണ്ട്. അതിൽ പോയി കയറാനാണ് പറയണത്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫുക്കോ ഐലൻഡിലേക്ക് കേബിൾ കാറിൽ കൂടി കടന്നു. ഇനി നേരെ കേബിൾ കാറിലോട്ട്. അതെ, കണ്ട സാധനം കണ്ട? എൻ്റെ മോനെ ഏമ്മണ്ട സാധനം. ഒരു കാറിൻ്റെ അത്രയുണ്ട്, കാറിനേക്കാളും വലിപ്പമുണ്ട്. ഏമ്മണ്ട സാധനം. അപ്പൊ നമ്മള് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. വിചാരിച്ച പോലെ എല്ലാവരും ഈ അമ്മണ്ട സാധനം എന്തായാലും പറയാ, ഒരു എഞ്ചിനീയറിംഗ് മാർവൽ എന്ന് പറയാം. ഒരു 20-30 ആൾക്ക് ഉള്ളിലിരിക്കാൻ പറ്റും. കണ്ട, ഇത്ര ഇങ്ങനെ ബെഞ്ചുകൾ ഇങ്ങനെ ഇട്ടിട്ടുള്ള ഒരു ഗോണ്ടോളയുടെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ട് കയറുക. എന്റെ മോനെ, പില്ലറിന്റെ ഒക്കെ സൈസ് നോക്കിയേ. ചെറിയൊരു പേടിയാവും, പക്ഷെ നമ്മൾക്ക് അത്ഭുതമാണ് പേടിയേക്കാൾ കൂടുതൽ വരിക. ഇത് ഇത്രയും ദൂരെ കടലിന്റെ മുകളിൽ കൂടെ പോണാ പോക്കുണ്ടല്ലോ. എന്റെ അമ്മോ, നോക്ക്, കടുകുമണിയുടെ അത്രേ ഉള്ളു. ശരിക്കും ഒരു കാറിന്റെ അത്രയാണ് ഈ സാധനം. അറ്റത്തുനിന്ന് വരണ ഗൊണ്ടോളകളുടെ സൈസ് നോക്കിയേ. അത് നോക്ക്, ഒരു കപ്പൽ കൂടെ കണ്ട, ഓൾമോസ്റ്റ് അത് വെള്ളത്തിൽ മുങ്ങി.
വെള്ളം അതിന്റെ എന്താ പറയാ സർഫസ് വരെ വെള്ളം മുങ്ങി നിൽക്കുക. ഇത് ഇങ്ങനെയാണ് അത് പോണേ. അങ്ങനെ നമ്മുടെ ഈ കേബിൾ കാർ യാത്ര അവസാനിക്കാൻ പോവാണ്. ദേ ആ കാണുന്നതാണ് ഇതിന്റെ അവസാനത്തെ സ്റ്റേഷൻ. ഇതേ കണ്ടില്ലേ, ഈ സിറ്റിയുടെ പേരാണ് സൺസെറ്റ് ടൗൺ. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഡെസ്റ്റിനേഷൻ ആണ്. ഇത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ കേബിൾ കാർ ഇറങ്ങിയിട്ട് അത് നോക്കാം. ദേ ആ കാണുന്ന സംഭവം കണ്ട, അതാണ് കിസ് ബ്രിഡ്ജ്. അങ്ങോട്ട് നമുക്ക് പോകണം. ഈ കേബിൾ കാർ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഓ എന്റെ മോനെ, ഇതെന്നെ വേറെ ഏതാ ഒരു വൈബ്. ഇത് കണ്ട, ഒരു കേബിൾ കാർ സ്റ്റേഷനായി കാണണേ. അൾട്ടിമേറ്റ്. ഇതുണ്ട് ഈ സൺസെറ്റ് ടൗണിന്റെയും കേബിൾ കാറിന്റെ ഒക്കെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഈ കിസ് ബ്രിഡ്ജിന്റെ മുകളിലേക്ക് നമുക്ക് കയറണം. ഓക്കെ, ഇനി അങ്ങോട്ട് പോവാം, ലേറ്റ് ആക്കണ്ട. ഒരു സെലിബ്രേഷൻ മൂഡ് എല്ലായിടത്തും. ഇതാണ് സൺസെറ്റ് ടൗൺ. ഓ ഇത് നോക്ക്, എൻ്റെ അമ്മേ, ഏതാണ് ഇത്? എന്തത്? അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തി. അപ്പോൾ ഇതാണ് സൺസെറ്റ് ടൗൺ. ഞാൻ കുറേ വട്ടം പറഞ്ഞല്ലോ അല്ലേ. എൻ്റെ മോനെ, ബിൽഡിങ്ങുകളുണ്ടോ. അപ്പോൾ നമ്മൾ കിസ് ബ്രിഡ്ജിലേക്ക് പോവാണ്. എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിസ് ബ്രിഡ്ജ് ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഈ പാക്കേജിൽ അവർ കിസ് ബ്രിഡ്ജിലേക്ക് കൊണ്ടുപോകണില്ല. അതായത് അതിന് വേറെ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. പക്ഷെ അവർ തിരിച്ച് പോവുകയാണ് ഹോട്ടലിലേക്ക്. വണ്ടി ഇവിടെ നിന്ന് 25 കിലോമീറ്റർ ഉണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഞാൻ അവരോട് പൊക്കോളം പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും കിസ് ബ്രിഡ്ജ് നമുക്ക് കാണണ്ടേ, അത് കാണാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ വണ്ടിയും ഗൈഡ് എല്ലാവരും പോയി, കൂടെ വന്ന ടീമൊക്കെ പോയി. അപ്പോൾ നമ്മൾ കിസ് ബ്രിഡ്ജ് കാണാൻ പോവാം. ഇതൊക്കെ ഉണ്ടോ, ഏതോ യൂറോപ്യൻ രാജ്യത്ത് പോയ പോലെ ഉണ്ട്. ഈ ഒരു സിറ്റി അവരങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൺസെറ്റാണ് അവിടെ നിന്ന് കാണേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളധികം സമയം കളയാണ്ട് സൺസെറ്റ് കിസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, നമ്മളിവിടെ എത്തി. ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടയിൽ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അത് കാണിച്ചാൽ മതി, വേറെ ടിക്കറ്റ് എടുക്കണ്ട. ഇനി നമുക്ക് നേരെ കിസ് ബ്രിഡ്ജിക്ക് പോവാം. ഇത് 2 വിങ് ഉണ്ട് കേട്ടോ, സൗത്ത് വിങ്, നോർത്ത് വിങ്. അങ്ങനെയായിരിക്കും, കാരണം ഇത് സൗത്ത് വിങ് എന്നാണ് എഴുതി വെച്ചേക്കണം. അതായത് ഇത് 2 കിസ് ചെയ്യണ പോലെ 2 പാലിങ്ങനെ മുട്ടി നിൽക്കണതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും സൗത്ത് വിങ്ങിൽ എത്തിക്കണം. അപ്പോൾ ആ വഴി കയറാം, നോക്കട്ടെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി, ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറി. സൺസെറ്റ് ഓൾറെഡി ആയി. ഇന്ന് മഴയുള്ളതുകൊണ്ടേ ഒരു അത്ര ബ്രൈറ്റ് അല്ല ഒന്നും. ഈ സാധനം നമ്മൾ കേബിൾ കാർ വരുമ്പോൾ മുകളിൽ നിന്ന് കണ്ടു ഓർമ്മയുണ്ടോ? അവിടെ നിന്ന് കാണുമ്പോൾ വേറെ ലെവലായിരുന്നു. കാരണം എങ്ങനെയാണ് ബ്രിഡ്ജ് നിൽക്കണത്, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. ലൈറ്റൊക്കെ ഇട്ട് രാത്രിയാകുമ്പോൾ വേറെ ലെവലാവുമെന്നാണ് തോന്നണേ. അപ്പോൾ നമ്മൾ ഈ കിസ് ബ്രിഡ്ജിൻ്റെ മുകളിലെത്തി. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇത് കാണില്ല, ഇത് ദൂരെ നിന്ന് കണ്ടാൽ എന്താണ് ഈ സംഗതി എന്ന് മനസ്സിലാവുള്ളൂ. അതായത് ഈ 2 പേര് നിൽക്കണണ്ട, അതാണ് കിസ് ചെയ്യണ പോയിന്റ്. അതിന് ബ്രിഡ്ജുകൾ കിസ് ചെയ്യണ പോയിന്റ് കണ്ട. ഇതാണ് ഈ കിസ് ബ്രിഡ്ജിന്റെ ആ ഒരു പരിപാടി. ഇതിപ്പോൾ നിങ്ങൾ കപ്പിളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേറെ ആളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കിസ് ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് കിസ് ചെയ്യുക, പുറകിൽ സണ്ണിനെ വെച്ച് നല്ലൊരു ഫോട്ടോ ഒക്കെ കിട്ടും. അടിപൊളി സംഭവമായിരിക്കും. കണ്ട, ഇവിടെ നിന്നുള്ള സൺസെറ്റ് ടൗണിന്റെ വ്യൂ വേറെ ലെവലാട്ടാ, ഒന്നും പറയാനില്ല. ഒരു യൂറോപ്യൻ ശൈലിയിലാണ് ഇവർ ഉണ്ടാക്കിയേക്കണത് സംഗതികൾ മൊത്തം. കണ്ട ലുക്ക് കണ്ട, ആ ബ്രിഡ്ജ് കണ്ട. അതായത് ഈ ബ്രിഡ്ജിന്റെ ഒരു പാരലായിട്ട് പണിതേക്കുക. അതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ നോർത്ത് സൈഡിലേക്ക് എത്താം. അതായത് ഈ കിസ് ചെയ്യണതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക്. ഇത് രണ്ടും കണക്ഷൻ ഇല്ല. ഈ 2 ബ്രിഡ്ജ് അവിടെ ആൾക്കാർ നിൽക്കുക. ഈ 2 ബ്രിഡ്ജ് കണ്ട, അവിടെ കണക്ഷൻ ഇല്ല. ഇങ്ങനെ തുമ്പ് മുട്ടണ രീതിയിൽ നിൽക്കണോണ്ടാണ് ഇതിനെ കിസ് ബ്രിഡ്ജ് എന്ന് വിളിക്കണേ. അങ്ങോട്ട് കിടക്കണമെങ്കിൽ ആ ബ്രിഡ്ജിൽ കൂടെ, അതായത് നമ്മൾ കയറി വന്നതിൻ്റെ അപ്പുറത്തേക്ക് കൂടെ കടന്ന് അതിലേ ഇങ്ങോട്ട് വരണം. അങ്ങനെ എന്തായാലും പോണില്ല, അത്രയ്ക്ക് കുഴപ്പമില്ല. അപ്പോൾ സംഗതി അതിൻ്റെ കൺസെപ്റ്റ് അതാണ്. അപ്പോൾ നമ്മൾ കിസ് ബ്രിഡ്ജിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും കേബിൾ കാർ ഓടുണ്ട് കേട്ടോ നിറച്ച്. ഏതാ സാധനം അതിൻ്റെ ഇങ്ങനെ മാല ബൾബ് ഇട്ട പോലെ ഇങ്ങനെ കെടുക്കുക അങ്ങോട്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ നമ്മൾ കിസ് ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു പോവാം. നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ പര്യവസാനിക്കുകയാണ്. നമുക്ക് ഗ്രാബ് വിളിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ നിന്ന് ഒരു 20-25 കിലോമീറ്റർ ഇട്ടാ നമ്മുടെ മെയിൻ ടൗണിലേക്ക്. ഇത് ഫുക്കോ ഐലൻഡിന്റെ സൗത്ത് അറ്റത്താണ് കിടക്കണത്. അപ്പോൾ നമ്മൾ ഗ്രാബ് വിളിക്കേണ്ട വരും. സ്കൂട്ടർ ഗ്രാബ് കിട്ടില്ല ഇത്രയും ദൂരം, അതുകൊണ്ട് ടാക്സി തന്നെ വിളിക്കണം. അത് കുറച്ച് ചെലവ് കൂടും.
ഓ ഗൈസ്, അവസാനം ഒരു ഗ്രാബ് കിട്ടി. നമ്മൾ റൂമിലേക്ക് ഇപ്പം ഇറങ്ങി നടക്കണു. നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ സ്കൂട്ടർ കിട്ടില്ല, അതായത് സ്കൂട്ടർ ഗ്രാബ് കിട്ടില്ല, മറ്റേ ടാക്സി കിട്ടും. അപ്പോൾ 2-3 ആൾക്കാരുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ അവിടെ നിന്ന് പോന്നാൽ മതി, എക്സ്പ്ലോർ ചെയ്തിട്ട് പതുക്കെ പോന്നാൽ മതി. ഒറ്റയ്ക്കാണെങ്കിലാണ് ഈ പ്രശ്നമുള്ളൂ, അതൊന്ന് ശ്രദ്ധിച്ചോ. ഫുക്കോലത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല, കാണാൻ ഇനിയും ഉണ്ട് ഇവിടെ കുറച്ച് സംഭവങ്ങൾ. 2 ദിവസം കൂടി നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി എക്സ്പ്ലോറേഷനിലേക്ക് നാളെ പോവാം. അപ്പോൾ ബൈ.